ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഇന്ന് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച്. വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ട് 2 ദിവസമായി, പക്ഷെ അന്ന് ജോലി ഉള്ളതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു വെള്ളിയാഴ്ചയായിട്ട് വന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നേക്കുന്നത് ഇവിടെയുള്ള ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ജാപ്പനീസ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ നല്ല രസമില്ലേ ഈ റെസ്റ്റോറൻ്റ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇങ്ങനെ ഫോണിൽ ഓർഡർ ചെയ്താൽ മതി കേട്ടോ, അവരപ്പം കൊണ്ടു തരുവേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ നമ്മൾ സ്പെഷ്യൽ ഡേക്ക് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയേ. ഞാൻ മനുവിനോട് പറയുമായിരുന്നു, അടുത്ത കൊല്ലം നമ്മളെ വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മുടെ വാവയും കൂടെ ഉണ്ടാവും, അപ്പം കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ആ ഡേ എന്നൊക്കെ. ഞാൻ പിന്നെ ചെമ്മീനൊക്കെ ആട്ടോ കഴിക്കാൻ ഓർഡർ ചെയ്തത്. മനുവിന് ചെമ്മീൻ അലർജിയാണ്, അതുകൊണ്ട് അവൻ അതൊന്നും ഓർഡർ ചെയ്തില്ല. പിന്നെ അവന് പൊതുവെ ഇവിടുത്തെ മീനുകളോട് വലിയ ഇഷ്ടമില്ല, കാരണം മസാല കുറവല്ലേ. അതുകൊണ്ട് അവൻ അധികം നൂഡിൽസ് അല്ലെങ്കിൽ ഇവിടുത്തെ ഇറച്ചിയും കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫാട്ടോ എനിക്ക് കൂടുതൽ ഹാപ്പി ആയിട്ട് തോന്നുന്നത് കല്യാണത്തിന് മുമ്പുള്ളതിനേക്കാൾ. കാരണം നമുക്ക് എന്ത് പറയാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടല്ലോ, ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്നേക്കാൾ. ശരിക്കും നല്ലൊരു ലൈഫ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ നമുക്ക് കല്യാണം കഴിച്ചുള്ള ലൈഫായിരിക്കും കൂടുതൽ അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. എൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. മനു എൻ്റെ ജീവിതത്തിലോട്ട് വന്നേ പിന്നെ കേട്ടോ ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതമൊക്കെ എനിക്ക് ജീവിക്കാനൊക്കെ തുടങ്ങിയത്. എൻ്റെ ഇഷ്ടങ്ങളും പോലെ നടക്കാനൊക്കെ എനിക്ക് പറ്റുന്നത്.